ചെറുക്കൻ്റെ കൂട്ടുകാരല്ലേ? ദേ അവൻ എന്നെയാണ് എല്ലാ കാര്യവും പറഞ്ഞേപ്പിച്ചിരിക്കുന്നത് കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും മാമനെ വിളിക്കണം. സ്വന്തം വീട് പോലെ കാണണേ. അത് കേട്ടാ മതി. ഞാൻ വന്നതേ മക്കളെ, അപ്പുറത്ത് ബോസിന് സോഡ വേണോ? സോഡ തീർന്നു പോയി. അയ്യോ, ഇവിടെ 2 സോഡ ഉള്ളല്ലോ ഏട്ടാ. ആണോ? ഇവിടെ 2 സോഡ ഉണ്ടായിരുന്നാ? എങ്കിൽ പിന്നെ ഒരെണ്ണം ചേട്ടൻ എടുത്തോട്ടെ. ആണോ? ഞാനൊരു പയ്യനെ സോഡ മേടിക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. അവൻ വരുമ്പോൾ ഞാൻ എത്തിക്കാം. മാമനോടൊന്നും തോന്നല്ലേ കേട്ടോ. ജ്യൂസ് കുടിക്കുന്നത് ആരോട് ചോദിച്ചിട്ട് സോഡ എടുത്തോളം പറഞ്ഞു. ആ സോഡ അധികം പറ്റുമായിരുന്നില്ലേ? കേട്ടോ. മക്കളെ, നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവും. വിഷയം അതല്ല, അപ്പുറം ബോസിൻ്റെ അടുത്ത് മദ്യം തീർന്നു പോയി. ഞാൻ ആ പയ്യനോടൊരു കുപ്പി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങേക്ക് ഇപ്പോൾ മദ്യം വേണം. തൽക്കാലം നിങ്ങളുടെ ഇന്ന് മേടിച്ച് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഞാൻ എന്ത് ചെയ്യും? കൊടുത്തില്ലേ മോശമല്ല, അവൻ്റെ കല്യാണമല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുമല്ലേ? അല്ല, ഇവിടെ ഇപ്പോൾ 2 പേരുണ്ട്. ഒരെണ്ണം ചേട്ടൻ എടുത്തു. ആണോ? ഞാൻ എന്നാൽ കൂട്ടി കൊടുക്കട്ടെ. വലിയ കാര്യമായി പോട്ടെ മോനെ. ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളോടായതുകൊണ്ട് എനിക്കിത് പറയാം. അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ കേട്ടോ. മാമനോടൊന്നും തോന്നല്ലേ? ഇല്ല